വയനാട്ടിലെ പത്തനംതിട്ടയ്ക്കുള്ള ബസ്സോ? ഓ, വയനാട്ടിലൂടെ പത്തനംതിട്ടയ്ക്കുള്ള ബസ്സൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിതാ വെള്ളമുണ്ട ടൗണിലൂടെ ഇങ്ങനെ പോവാണേ. ഹായ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മുടെ പുതിയ വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മള് ഇന്നും വയനാട്ടിൽ തന്നെയാണ് കേട്ടോ ഉള്ളത്. വയനാടിന്റെ പ്രകൃതിയും അതുപോലെ തന്നെ ക്ലൈമറ്റ് ഒക്കെ ആസ്വദിച്ച് ഇവിടെയാണ് ഇപ്പോൾ വർക്ക്. 2-3 ദിവസം ഇവിടെ തന്നെ കാണും. അത് കഴിഞ്ഞ് എവിടെയാണെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ കണ്ടോ, ഇതാണ് നമ്മുടെ രാവിലത്തെ വയനാടിൻ്റെ ഒരു കാഴ്ച. മൊത്തത്തിൽ മൂടിക്കെട്ടിയ അവസ്ഥയിലാണ്. നല്ല തണുപ്പാണ് കേട്ടോ. രാവിലേക്ക് വിറച്ചു പോയി ശരിക്കും. അതേമാതിരിയുള്ള ക്ലൈമറ്റാണ് ഇവിടെ. അപ്പോൾ 2 ദിവസമായിട്ട് ഇത് തന്നെയാണ് ഞങ്ങൾ വന്നപ്പോഴുള്ള കാലാവസ്ഥ. മൊത്തത്തിലൊന്ന് മൂടിക്കെട്ടി ചെറിയ രീതിയിലുള്ള മഴയൊക്കെയാണ്. ഇവിടെയൊക്കെ കണ്ടോ, മൊത്തം കൃഷിയാണ്. അപ്പൊ ഞങ്ങൾ എന്തായാലും നേരെ വള്ളിയൂർക്കാവിലേക്കാണ് വെച്ച് പിടിക്കുന്നത്. ഇന്നത്തെ ലോഡും അവിടെ തന്നെയാണ്. നമ്മളിത് സൈഡിലെത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു ക്ലൈമറ്റ് ആണ്. ഇപ്പോൾ സൂര്യനൊക്കെ ചെറുതായിട്ട് വന്നു തുടങ്ങി. കണ്ടോ, ഇവിടെയാണ് നമുക്ക് ലോഡ് കെട്ടേണ്ട സ്ഥലം. അവിടെ നമ്മുടെ ഇറ്റാച്ചി ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ ദൂരെയായിട്ട് കണ്ടോ നമ്മുടെ വണ്ടി കിടപ്പുണ്ട്. ഇവിടെയൊക്കെ അതിമനോഹരമായൊരു വയലൊക്കെയാണ്. ഇവിടെയൊക്കെ കണ്ടോ, നല്ല പാടമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നെല്ല് നടാനുള്ളതാണ് കേട്ടോ. അതേപോലെ പശുക്കളൊക്കെ മേയുന്ന ഒരു നല്ലൊരു സ്ഥലമാണ്. നമ്മുടെ വണ്ടി കണ്ടോ, അവിടെ കിടപ്പുണ്ട്. അപ്പോഴിതേ നമ്മുടെ വണ്ടിക്ക് പോകാനുള്ള സ്ഥലമൊക്കെ നമ്മുടെ ഇറ്റാച്ചി ഇവിടെ റെഡിയാക്കി വരുന്നുണ്ട്. അപ്പോഴേ മഴ പെയ്ത് തുടങ്ങി കേട്ടോ. സംഭവം പണിയായി. ഇനി നമ്മുടെ വണ്ടി പോകുമോ എന്നൊന്നും അറിയില്ല. കണ്ടോ, വയനാട്ടിലെ മഴ പെയ്യുന്ന കാണാൻ നല്ല മനോഹരമായൊരു കാഴ്ചയാണ്. നമ്മുടെ അനീഷേട്ടൻ്റെ ഇതുവഴി വരുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന സ്ഥലത്തൂടെ നമ്മുടെ വണ്ടി പോകണം. നമ്മുടെ വണ്ടി പോകുമോ എന്നൊന്നും അറിയില്ലേ. സെറ്റായി നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ഇറ്റാച്ചി ദൂരെയായിട്ട് അവിടെയുള്ള മണ്ണൊക്കെ കുത്തി ഉറപ്പിക്കുകയാണ്. ഇനി ഒരു ഒറ്റ വീശലിന് നമുക്ക് ഈ മണ്ണിനക്കരെ കടക്കണം കേട്ടോ. മിക്കവാറും നമ്മുടെ വണ്ടി താഴ്ന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ വണ്ടി രണ്ടും കൽപ്പിച്ച് എടുക്കുന്നുണ്ട്. താഴ്ന്നു പോകുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. വണ്ടി താന്ന് കേട്ടോ. അപ്പം നമ്മുടെ മിഷൻ ഫെയിൽഡായി. അപ്പോൾ നമ്മുടെ വണ്ടി ഇത്രത്തോളം താണുപോയി കണ്ടോ.
ഇനി നമ്മുടെ മറ്റേ വണ്ടി വെച്ചിട്ട് കെട്ടി വലിക്കണം, അതാണ് പരിപാടി. ഫ്രണ്ടൊക്കെ മൊത്തം താഴ്ന്നിരിക്കുക കേട്ടോ. നമ്മുടെ വയനാടൻ മണ്ണെന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം മണ്ണാണ്. ഗ്രീസ് പോലെ ഉണ്ട് കേട്ടോ, ഗ്രീസ് വരട്ടിയത് പോലെ ഉണ്ട്. വണ്ടി തീരെ കയറുന്നില്ല. ഇനിയിപ്പോൾ നമ്മുടെ ഈ വണ്ടിക്ക് കെട്ടി മെല്ലെ പതിയെ പിറകിലോട്ട് എടുക്കണം. അങ്ങനെ സുഹൃത്തുക്കളെ, ആകെ ടയേർഡായി. നമ്മുടെ വണ്ടി ഇതാണ് ഒരു വിധം എങ്ങനെയല്ലോ കയറ്റി. കാരണം നമ്മുടെ വയനാട്ടിലെ മണ്ണായത് കൊണ്ട് ഇല്ല അനീഷേട്ടാ, വയനാട്ടിലെ മണ്ണായത് കൊണ്ട് വല്ലാതെ കളിപ്പിച്ച് കളഞ്ഞു. അതുകൊണ്ട് നമ്മുടെ വണ്ടി ഇതാണ്. അതും കയറുന്നൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. കാരണം എന്താ കാരണം എന്ന് വെച്ചാൽ മൊത്തം ചളിയിൽ കുടിച്ച് അങ്ങേയറ്റം എത്തിയിരുന്നു. അപ്പം എങ്ങനെയല്ല ഞങ്ങൾ വണ്ടി കയറ്റി. ഇനിയിപ്പം ആ ബൈക്ക് ഞങ്ങൾ പോകില്ല, ആ കുറച്ച് മുന്നായിട്ട് ഇനി റോഡ് കാട്ടുള്ളൂ. ചെറുതായിട്ട് മഴയും പെയ്തപ്പോൾ തന്നെ സംഭവം മൊത്തത്തിലങ്ങ് കൈവിട്ട് പോയി. വണ്ടി താഴ്ന്നു പോകുന്നില്ല അല്ലേ, പക്ഷെങ്കിൽ എന്താ നിന്നിങ്ങനെ കറങ്ങുക. എങ്ങനെയായാലും ഫുഡൊന്നും കഴിച്ചില്ല, എനിക്ക് ഫുഡൊക്കെ കഴിക്കണം, എന്നിട്ട് വേണം അടുത്ത ലോഡ് എടുക്കാൻ. അപ്പോൾ അതെ നമ്മളിങ്ങനെ പോവാണേ. ഇതാണ് അവസ്ഥ കണ്ടോ, ചെറുതായിട്ട് മഴ ഇങ്ങനെ പൊടിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഫുൾ ടൈം. അതേപോലെ വയ്യ, ക്ഷീണം പിടിച്ചു ഒട്ടാകെ. അനീഷേട്ടൻ നോക്കിയതേ, എല്ലാവരും ഒരേപോലെ ക്ഷീണം പിടിച്ചു. ദൂരരുതേ വയനാട്ടിലൂടെ ഒരു ബസ് പോകാൻ നോക്കി, മനോഹരമായൊരു കാഴ്ചയാണേ. പക്ഷെ നമ്മുടെ ക്യാമറയിൽ കിട്ടുന്നില്ല, ഒരുപാട് ദൂരെയാണ് കേട്ടോ അത്. അപ്പം നമ്മൾ എന്തായാലും ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഇനി അടുത്ത പരിപാടി ഉള്ളൂ. കാരണം അങ്ങേയറ്റം തളർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ടുണ്ടേ. സംഭവം ഫുഡ് കഴിക്കുന്ന കാഴ്ചകളൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം അതേമാതിരിയുള്ള വിശപ്പായിരുന്നു. ഒരു അങ്കത്തട്ട് തന്നെയായിരുന്നു കേട്ടോ ഞങ്ങളുടെ ടേബിള്. അപ്പം നമ്മളിതാ എന്തായാലും മാനന്തവാടി ടൗണിലായിട്ട് എത്തിയിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ടിലായിട്ട് ഇതേ നമ്മുടെ മറ്റൊരു വണ്ടി കൂടി പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ വണ്ടി ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ഈ വണ്ടിയും ഇപ്പോൾ ഇതുവഴി പോകുന്നത്. കാരണം ആ വണ്ടി കെട്ടി വലിച്ചതാണ് കേട്ടോ ഈ വണ്ടി കയറ്റിയത്. മാനന്തവാടി ടൗണിലൊക്കെ ഇപ്പോൾ അത്യാവശ്യം ചെറിയ രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ബ്ലോക്കെല്ലാം കേട്ടോ. ഇപ്പുറം മൊത്തം വണ്ടിയാണ്, അതേപോലെ ഇതേ ഇവിടെയും. നമ്മളിത് സൈഡിലെത്തിയിട്ടുണ്ട്. പിറകിലായിട്ട് കണ്ടോ നമ്മുടെ ഇറ്റാച്ചി നമ്മുടെ വണ്ടിക്കകത്തോട്ട് ഇതേ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫുൾ ടൈം ഇങ്ങനെ ചെറുതായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വള്ളിയൂർക്കാവുള്ള ബ്രിഡ്ജിൻ്റെ വർക്കിന് വേണ്ടിയിട്ടുള്ള മണ്ണാണ്. നേരത്തെ വണ്ടി നമ്മൾ അവിടെ പോയി താഴ്ന്നു പോയി ഇങ്ങനെയല്ലോ കഷ്ടപ്പെട്ട് കയറ്റിയതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു ലോഡ് മണ്ണ് മാത്രമേ അവിടെ തട്ടേണ്ടതുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പരിപാടി ഇന്നത്തെ കഴിഞ്ഞു. ഈ മലയും അതുപോലെ തന്നെ ഈ കൃഷിയൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു കേട്ടോ. അടിപൊളി ഒരു സ്ഥലം തന്നെയാണ്. അപ്പം നമ്മുടെ ഇറ്റാച്ചി ഇതേ കണ്ടോ നമ്മുടെ വണ്ടിക്കകത്തോട്ട് ഇങ്ങനെ മണ്ണ് വാരിക്കോരി ഇടുകയാണ്. XCMGൻ്റെ വണ്ടിയാണ് കേട്ടോ, 140. സുന്ദരമായൊരു നാട് തന്നെയാണ് കേട്ടോ നമ്മുടെ വയനാട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടി മൊത്തം കഴിഞ്ഞിട്ടുണ്ടേ കണ്ടോ. നമ്മുടെ ഓരോ വണ്ടികൾ ഇതേ ഇവിടെ നിന്ന് എടുക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ വയനാട്ടിലെ പരിപാടി മൊത്തം കഴിഞ്ഞത് ഈ പാലത്തിൻ്റെ സൈഡിൽ മണ്ണ് കട്ടാൻ വേണ്ടി വന്നതാണ്.